ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാവർക്കും എജുപോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ +1 എക്കണോമിക്സിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഞാനിവിടെ തമ്പനയിൽ ചേർന്നാണ് നിങ്ങൾ ഈ കണ്ട ചോദ്യം ഇങ്ങനെ തന്നെയായിരിക്കും. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പരിസ്ഥിതി നൽകുന്ന 8 മാർക്ക്. ഈ പരിസ്ഥിതി നൽകാൻ പോകുന്ന 8 മാർക്ക് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതായത് നിങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കും. ഷുവറാണ്, പഠിച്ചു വെച്ച മക്കളെ നിർബന്ധമായിട്ട് വരും. ഓക്കെ, അപ്പൊ 8 മാർക്ക് എന്ന് കൊടുത്ത് ചില സന്ദർഭങ്ങളിൽ മാത്രം 8 മാർക്ക് എന്നുള്ളമാരുടെ എന്ത് ചെയ്യും, ചിലപ്പോൾ 5 മാർക്കിനും ചോദ്യം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഭൂരിഭാഗം പേര് എന്നോട് ചോദിച്ചാൽ സാറേ എസ് എ ക്വസ്റ്റ്യൻ വരുന്ന അറിയാം, പക്ഷേ എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതേണ്ടത്? ഓക്കെ, എസ് എ ക്വസ്റ്റ്യൻ എല്ലാവരും എസ് എ ക്വസ്റ്റ്യൻ വിചാരിച്ചിരുന്ന കാര്യം തരും. എസ് എ ഇങ്ങനെയാണ് എസ് എ വിചാരിച്ചത്. ആക്ച്വലി എസ് എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്, ഇതല്ല എസ് എന്ന് പറയുന്നത്. ആക്ച്വലി എസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എസ് എന്ന് പറഞ്ഞത്. എന്താ എസ് എന്ന് പറഞ്ഞാൽ ഉപന്യാസ ചോദ്യം എന്നാണ് മലയാളം. ഓക്കെ, ഉപന്യാസമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉപന്യാസ ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മലയാളം സെക്കൻഡിലോ അല്ലെങ്കിൽ മലയാളം ഫസ്റ്റിനൊക്കെ കൂടുമ്പോൾ കേട്ടിട്ടുണ്ടാവും ഉപന്യാസം തയ്യാറാക്കുക അല്ലെങ്കിൽ ഉപന്യാസ മത്സരം കലോത്സവത്തിന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ഈ ഉപന്യാസം എന്ന് പറഞ്ഞാൽ? ഉപന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ 1-2 പേപ്പറിലായിട്ട് പറയുന്ന കാര്യമാണ് ആക്ച്വലി ഉപന്യാസം എന്ന് പറയുന്നത്. ആക്ച്വലി എത്രയേ ഉള്ളൂ, ഒരു മാക്സിമം നമുക്ക് ഒരു 1.5-2 പേജ് മാക്സിമം നിങ്ങൾ എഴുതിയാൽ മതിയാവും. അപ്പോൾ ഈ 8 മാർക്ക് 80 മാർക്കുള്ള പരീക്ഷയിൽ ഒരു 8 മാർക്ക് അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 5 മാർക്കോളം നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നിങ്ങളുടെ എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കോണമിയിലെ 8ാമത്തെ ചാപ്റ്റർ. ഓക്കെ, യൂണിറ്റ് നമ്പർ 8 ആണ് കേട്ടോ. യൂണിറ്റ് നമ്പർ 8 ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ പറയുന്ന ചോദ്യം വരാറുള്ളത്. അപ്പോൾ ആ ചോദ്യം എന്താണ് എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ചോദ്യം ഇങ്ങനെയായിരിക്കും മിക്കവാറും പരീക്ഷയ്ക്ക് വരിക. എന്താണ് സുസ്ഥിര വികസനം, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സുസ്ഥിര വികസനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ എന്താണ് ഇവിടെ ഒരു ടേം നമ്മളെ പരിചയപ്പെടുത്താണ്, സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതെന്താ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പം നിങ്ങൾ നോമ്പൊക്കെ അല്ലേ, നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, നോർമലി നിങ്ങളുടെ വീട്ടിൽ നിന്നും സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് നോമ്പ് ഇഫ്താർ മീറ്റിനൊക്കെ പോയി അവിടെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി എന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ബാക്കി എല്ലാവരും വീട്ടിലെ കഴിച്ചാൽ പോലും അമ്മ ഇത് എടുത്തു വെക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ അത് എടുത്തു വെക്കും. എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പോഷൻ മാറ്റി വെക്കും അല്ലേ. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉമ്മ എന്ത് ചെയ്യാറുണ്ട്, മാറ്റി വെക്കാറുണ്ട്. ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, ഉമ്മ അത് മാറ്റി വെക്കും, കാരണം ഞാൻ വന്നിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വന്നത്? സംഗതി ഇത്രേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, അപ്പോൾ ഉമ്മാക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് മുഴുവൻ എല്ലാവർക്കും സെർവ് ചെയ്ത് ഉമ്മ കഴിക്കായിരുന്നു. പക്ഷെ ഉമ്മ എന്ത് ചെയ്തു, എനിക്ക് കൂടി അവിടെ മാറ്റി വെച്ചു അല്ലേ. അപ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഈ ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സും ഉപയോഗിക്കുമ്പോൾ അത് മുഴുവൻ എന്ത് ചെയ്ത് ഉപയോഗിച്ച് തീർക്കരുത്. ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഈ പെട്രോളിയം എന്ന് പറയുന്ന സാധനങ്ങൾ, പെട്രോൾ ഡീസലൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ മുൻപേ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് എനർജി ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ വസ്തുക്കളും ഈ പറഞ്ഞ പ്രകൃതിയിലെ എല്ലാ റിസോഴ്സുകളും നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ എന്ത് ചെയ്യണം, അത് അപ്കമിങ് ജനറേഷൻ അഥവാ വരുന്ന തലമുറക്ക് കൂടി വേണ്ടി നമ്മൾ സംരക്ഷിക്കുകയും വേണം. ആ ഒരു വികസനത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്, സുസ്ഥിര വികസനം എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ 2 മാർക്കായിരിക്കും ഇത് എഴുതാൻ നിങ്ങൾക്ക് കിട്ടുക. 2 മാർക്ക് സുസ്ഥിര വികസനത്തിനാണ്. ബാക്കിയുള്ള 6 മാർക്ക് എന്തിനാണ്? ആ 6 മാർക്ക് ഇവിടെ കിടക്കുന്ന ഈ 6 മാർക്ക് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനുള്ള തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള 6 മാർക്ക് എന്ന് പറയുന്നത്. അപ്പം 2ഉം 6ഉം മൊത്തം എത്ര മാർക്കായി? 8 മാർക്കിനായിരിക്കും ഈ ചോദ്യം വരികയാണെങ്കിൽ. ചിലപ്പോൾ 5 മാർക്ക് ചോദിക്കാറുണ്ട്. 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിനെന്ത് ചെയ്യും, 1 മാർക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും 4 മാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന തന്ത്രങ്ങൾ എഴുതാനായിരിക്കും ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ 8 മിനിമം ആണ് ഞാൻ പറഞ്ഞത്. മിനിമം 5 മാർക്ക്, മിനിമം 5, മാക്സിമം ആണ് പറഞ്ഞത് എത്ര, 8 മാർക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മാക്സിമം തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ 8 മാർക്കിന് മാക്സിമം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം സുസ്ഥിര വികസനത്തെക്കുറിച്ച് നിങ്ങൾ എസ് എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ട ഹെഡിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് എഴുതാം. ഹെഡിങ് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് സ്വന്തമായിട്ടൊരു ഹെഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എ ഫ്യൂച്ചറിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം ഒരു ഭാവി അടിസ്ഥാനമാക്കിയുള്ള വികസനം എന്ന് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഹെഡിങ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്, ഹെഡിങ് എന്ത് വേണമെങ്കിലും കൊടുക്കണം, പക്ഷെ അത് നമ്മുടെ കണ്ടന്റിനെ കുറിച്ച് എഴുതണം എന്ന് മാത്രം. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹെഡിങ് കൊടുക്കും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർവചനം നിങ്ങൾ കൊടുത്തിരിക്കണം. നിർവചനം നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. എന്താണ് നിർവചനം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സുസ്ഥിര വികസനം എന്താണ്. ഇവിടെ ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടിംഗ് ദ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്. ഒരു ഡെവലപ്മെന്റ് അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചില തരത്തിലുള്ള വികസനങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുന്നത്. എങ്ങനെയുള്ള വികസനങ്ങളാണ്?
പ്രത്യേകം നോക്കിക്കോളൂ, മിനിമൈസ് ചെയ്യുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ കുറക്കുന്നുണ്ട്. ഓക്കെ, മിനിമൈസേഴ്സ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പരിസ്ഥിതിക്ക് ദോഷം വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പം നിങ്ങൾക്കറിയാം അല്ലേ, നമുക്കറിയാം ഇപ്പോൾ വീടുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ വയലുകൾ നികത്താറുണ്ട്. ആക്ച്വലി എന്താണ് പരിസ്ഥിതിക്ക് ദോഷമുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ അടുത്ത ചോദ്യമായിരിക്കും, അപ്പോൾ സാറേ വീട് വേണ്ടത്? വീട് വേണം, പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ പരമാവധി നമ്മുടെ ചുറ്റുള്ള കൃഷിയിടങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ചെറിയ വീടുകളിലാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ പറ്റും അല്ലേ. വലിയ വലിയ കൊട്ടാരങ്ങൾ കാണുന്നില്ല, ചെറിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, കുറഞ്ഞ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ നികത്തേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, അതുപോലെ മീറ്റ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് ജനറേഷൻ. ഓക്കെ, ഇപ്പൊ നിലവിലുള്ള തലമുറയുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിറവേറ്റുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണ്ട റോഡുകളാണ്, നമ്മൾ റോഡ് ഉണ്ടാക്കുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവിടെയുള്ള മുഴുവൻ മരങ്ങളും മുറിച്ച് കളയുന്നില്ല. കാരണം എന്താണ്, റോഡ് നിർമ്മിക്കാൻ വേണ്ടി മുഴുവൻ മരങ്ങളും മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് എന്ത് ചെയ്യും, ചുട്ട് പഴുത്ത റോഡാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രസന്റ് ജനറേഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. വരുന്ന ഭാവി തലമുറക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ റിസോഴ്സ് വേണം. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ മരിച്ചു പോകുമ്പോൾ ഈ ഭൂമി ബാക്കിയാകുന്നത് വെറും മരുഭൂമി പോലെയാണെങ്കിൽ നമ്മുടെ മക്കള് അവരുടെ മക്കളൊക്കെ ആയിട്ട് വരുന്ന പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായിരിക്കും സംഭവിക്കുക, അവർക്ക് ഇവിടെ ഉപയോഗിക്കാൻ യാതൊരുവിധ റിസോഴ്സും ഇല്ലാത്ത കംപ്ലീറ്റ് എന്താ പറയുക, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, അബ്സല്യൂട്ട് സീറോ ആയിട്ടുള്ള ഒരു ഭൂമിയായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണം, അതുപോലെ ഭാവി തലമുറയെ നമ്മൾ പരിഗണിക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറക്കുന്ന രീതിയിലുള്ള വികസനത്തെയാണ് എന്താ പറയുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു വീട് നിർമ്മിക്കുന്നു, ആ വീടിന്റെ ചുറ്റും ഞാൻ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് നശിച്ചുപോയ സസ്യ ജന്തുജാലങ്ങൾക്ക് പകരം എന്ത് ചെയ്യാം, എനിക്ക് കുറച്ചെങ്കിലും അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ എക്കണോമിക്സിൽ ഇതൊക്കെ പഠിക്കാനുണ്ട്, നമുക്ക് പബ്ലിക് ഫിനാൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് സുസ്ഥിര വികസനം. ആ ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ എഴുതേണ്ടത് അതിന്റെ സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞു, മൊത്തം നമുക്കൊരു 10ഓളം സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ 10 പഠിക്കണ്ട, മിനിമം നിങ്ങൾ ഒരു 5 പഠിച്ചേക്കുക. മിനിമം നിങ്ങൾ ഒരു 5 പഠിച്ചേക്കുക. ഒരു 5 നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചേക്കുക. ഓക്കെ, നമുക്ക് 5 ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കോട്ടോ. അപ്പോൾ ഈ സുസ്ഥിര വികസനത്തെക്കുറിച്ച് ബ്രണ്ട്ലൈൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനാണ്, ഭാവി തലമുറയുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനത്തെ നമുക്ക് എന്ത് പറയാം, സുസ്ഥിര വികസനം എന്ന് പറയാം. ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ കാലത്തെ ആളുകളുടെ ഡെവലപ്മെന്റ് നടത്തുന്നു, എന്ത് ചെയ്യുന്നില്ല, ഫ്യൂച്ചറിൽ വരുന്ന ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള റിസോഴ്സും ഇവിടെ ബാക്കി വെക്കുന്നു. അതാണ് സുസ്ഥിര വികസനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സുസ്ഥിര വികസനത്തിന്റെ തന്ത്രങ്ങൾ ചോദിച്ചല്ലോ, ആ തന്ത്രങ്ങളാണ് പറയുന്നത്. നിങ്ങളോട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം, പക്ഷേ ഓരോ പോയിന്റ്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതിയാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പോയിന്റുകൾ, ഇപ്പം ഞാൻ ഫസ്റ്റ് പോയിന്റ് ഇവിടെ എഴുതി, എന്താണ്, യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. ഞാൻ ഹെഡിങ് കൊടുത്തു, എന്താണ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം എന്ന് ഞാൻ ഹെഡിങ് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ എഴുതുന്നത് എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എഴുതണം. അതായത് പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കാതെ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, അതുപോലെ ഈ പറഞ്ഞ സൂര്യനിൽ നിന്നുള്ള സൗരോർജ്ജം, ഇതൊക്കെ എന്താണ്, പുതുതായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതാണ് അല്ലെ. ഈ പറയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്തിടെ ഇനി ജീവിക്കേണ്ടതെന്ന് പറയുന്നതാണ് യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് കൂടി നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ്, നമ്പർ 2, LPG ആൻഡ് ഗോബർ ഗ്യാസസ് ഇൻ റൂറൽ ഏരിയസ്. അതായത് ഈ ഗ്രാമങ്ങളിലൊക്കെ, ഗ്രാമപ്രദേശങ്ങളിൽ മിക്കവാറും പേര് എന്താണ്, നമ്മുടെ കേരളം മാത്രം നോക്കരുത്, ഓൾ ഇന്ത്യ ലെവൽ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാമങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഈ ഗ്രാമങ്ങളിലെ ആളുകൾ വിറകടുപ്പാണ് ഉപയോഗിക്കുക. അപ്പോൾ വിറകിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും, മരങ്ങൾ മുറിക്കേണ്ടി വരും. ഡീഫോറസ്റ്റേഷൻ കൂടുതലാണ്, വനനശീകരണം കൂടുതലാണ്. അപ്പോൾ ഈ വനനശീകരണം ഒഴിവാക്കാനാണ് എന്ത് പറഞ്ഞത്, അവിടെ ഈ പറഞ്ഞ LPGയും ഗോബർ ഗ്യാസും പ്രൊവൈഡ് ചെയ്യുക. അഥവാ ഗ്രാമപ്രദേശങ്ങളിൽ ഈ പറഞ്ഞ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഗ്യാസ് സിലിണ്ടറുകളും, അതുപോലെ നാച്ചുറൽ ഗ്യാസ് ആയിട്ടുള്ള ഗോബർ ഗ്യാസ്, ഈ മീഥേനൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ, അതൊക്കെ എന്ത് ചെയ്യാം, അവിടെ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നിങ്ങൾ നോക്കുക, മൂന്നാമതായിട്ട് പറഞ്ഞത് യൂസ് ഓഫ് CNG ഇൻ അർബൻ ഏരിയസ്. അതെന്താ സാറേ, ഈ നഗരങ്ങളിലെ ആളുകൾക്ക് CNG ഉപയോഗിക്കുന്നത്, അവർക്കും ഗ്യാസ് ഉപയോഗിച്ചാൽ പോലെ. ഈ നഗരത്തിൽ ഓൾറെഡി പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ പൊല്യൂഷൻ കുറക്കണമെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുക. അഥവാ CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അതുവഴി എന്ത് ചെയ്യും, പൊല്യൂഷൻ ഒരുപാട് കുറക്കാൻ പറ്റും. അപ്പോൾ സിറ്റികളിലൊക്കെ അഥവാ നഗരമേഖലകളിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ CNG ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൂടി കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നാലാമതായിട്ട് പറയുന്നുണ്ട്
യൂസ് ഓഫ് വിൻഡ് പവർ. ഈ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എങ്ങനെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, എനിക്ക് കൃത്യമായിട്ട് വരക്കാൻ കഴിയില്ല, പക്ഷെ എന്നാലും ഞാൻ വരച്ചു നോക്കാം. കാറ്റാടി എന്ന് പറഞ്ഞ സംഭവം അല്ലേ, കാറ്റാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കാറ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഊർജ്ജം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഈ കാറ്റാടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള ഓരോ പോയിന്റുകൾ ചെയ്ത എക്സ്പ്ലനേഷൻ ജസ്റ്റ് 1-2 സെന്റൻസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചേർക്കാം യൂസ് ഓഫ് സോളാർ പവർ ത്രൂ ഫോട്ടോ വോൾട്ടൈക് സെൽ. നമ്മളിതിനെ PVC എന്ന് പറയാറുണ്ട്. ഫോട്ടോ വോൾട്ടൈക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ സോളാറിന്റെ സെല്ലുകൾ കണ്ടില്ലേ, ആ സോളാർ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ വീടുകളിലും ഇന്ന് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോളാർ പവർ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. കാരണം എന്താ, നമ്മുടെ ഭൂമിയിൽ അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത്, അൺലിമിറ്റഡ് സോഴ്സ് ആണ് എന്ത്, സൗരോർജ്ജം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ചെയ്യുന്നതും സൗരോർജ്ജം തന്നെയാണ്. കാരണം എന്താ, എത്രയോ സൂര്യൻ എന്നുള്ള ഊർജ്ജമാണ് നമ്മൾ ഡെയിലി വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളാർ പവർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത് ആറാമതായിട്ട് പറയുന്നത് മിനി ഹൈഡൽ പ്ലാന്റ്. ഓക്കെ, മിനി ഹൈഡൽ പ്ലാന്റ് പറഞ്ഞാൽ ചെറുകിട ജലസേചന പദ്ധതി. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് എൻ്റെ നാട് നിലമ്പൂരിൽ ആദ്യംപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എന്തിനാ മിനി ഹൈഡൽ പ്ലാന്റ് ഉണ്ട്, അഥവാ ചെറുകിട ജലസേചന പദ്ധതിയിൽ. അവിടെ ഏകദേശം ഒരു 3.5 മെഗാവാട്ട് വൈദ്യുതിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉൽപ്പാദിക്കുന്നത്. അവിടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലേക്ക് കൊടുക്കാനുള്ള എനർജി അവിടെ നിന്ന് കിട്ടും. ചാലിയാർ പഞ്ചായത്താണ് മെയിനായിട്ട് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ചെറിയ ഡാമുകൾ ഉണ്ടാക്കുമ്പം അവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, വലിയ ഡാമുകൾ ഉണ്ടാക്കുമ്പോൾ വലിയ ഭൂപ്രദേശങ്ങൾ എന്ത് ചെയ്യണം, നശിപ്പിക്കേണ്ടി വരും. ഉദാഹരണം നിങ്ങൾ കണ്ടാവും, ഈ പറഞ്ഞ വയനാട്ടിലുള്ള നിങ്ങൾ കേട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡാം ഉണ്ടാവും. എന്താണ് ഡാമിന്റെ പേര്, മണ്ണ് കൊണ്ട് നിർമ്മിതമായ ഒരു ഡാം ഉണ്ട് അല്ലേ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടോ. ആ ഡാം ഉണ്ട്. ആ ഡാമിന്റെ അവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേര് തരിയോട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, പള്ളികളുണ്ട്, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തിന്, ശവം അടക്കുന്ന സ്ഥലങ്ങൾ വരെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ആ പ്രധാനപ്പെട്ട ഒരു ഡാം വന്ന് എന്ത് ചെയ്തു, ആ പ്രദേശം മുഴുവൻ വെള്ളത്തിലായി പോയി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശം മുഴുവൻ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ജലസേചന പദ്ധതികളാകുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല, കുറഞ്ഞ പ്രദേശത്ത് മാത്രം കുറച്ച് വൈദ്യുതി മാത്രം കൊടുക്കാനുള്ള പദ്ധതിയല്ലേ. അപ്പോൾ ചെറുകിട ജലസേചന പദ്ധതികളാണ് എന്ത് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞ പരിസ്ഥിതി നശീകരണം, വന നശീകരണം, അങ്ങനെ ഈ പറയുന്ന മണ്ണിന്റെ എല്ലാ നശീകരണങ്ങളും, പൊല്യൂഷൻ ഒക്കെ എന്ത് ചെയ്യും, കുറയും. അതാണ് മിനി ഹൈഡൽ പ്ലാന്റുകൾ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. ഇനി ഏഴാമതായിട്ട് പറയുന്നത് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അതായത് പണ്ട് തൊട്ട് നമ്മുടെ കൃഷി രീതി എങ്ങനെയാണോ, പരിസ്ഥിതിയെ നമ്മൾ ദൈവതുല്യമായിട്ട് കാണുന്നത് തന്നെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലാണ് പണ്ടൊക്കെ കൃഷി ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ഈ വ്യവസായവൽക്കരണമൊക്കെ വന്നതിന് ശേഷം രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് മാക്സിമം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആ കവർ വെളുപ്പിച്ച് കഴിക്കില്ല. കാരണം എന്താ, അത് മുഴുവൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യല്ലേ. ആ ഒരു മെന്റാലിറ്റി നമ്മുടെ കൃഷിയിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്തത്, നമ്മുടെ മണ്ണിന്റെ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ഈ കെമിക്കൽ ഫെർട്ടിലൈസറും കെമിക്കൽ പെസ്റ്റിസൈഡ്, രാസവളങ്ങളും കീടനാശിനിയൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പരമ്പരാഗത കൃഷി രീതിയിലേക്ക് മാറണം. ജൈവ കൃഷി നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാം. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്, എട്ടാമത്തെ പോയിന്റ്. പ്രൊമോട്ട് ഓർഗാനിക് ഫാമിംഗ്, അഥവാ ജൈവ കൃഷി എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. കാരണം എന്താ, അവിടെ എൻവയോൺമെന്റ് പ്രോബ്ലംസ് എന്താണ്, വളരെയധികം കുറവാണ്. പരിസ്ഥിതിക്ക് നാശങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പം 8 പോയിന്റ് ആയാലോ, ഈ 8 നിങ്ങൾ പഠിക്കണ്ട, 8 നിങ്ങൾ പഠിക്കണ്ട. ഇതിൽ നിങ്ങൾക്ക് ഒരു 5 മിനിമം 5 അല്ലെങ്കിൽ ഒരു 6 പഠിച്ചൂടെ, അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പം ഞാൻ പറയുന്നു 8 പോയിന്റ്സ് പറഞ്ഞാൽ ഒരു 5 നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. 5 നിങ്ങൾ പഠിച്ചു വെക്കുക. അത് വെച്ച് നിങ്ങൾക്ക് മാർക്ക് പരീക്ഷ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം 80 മാർക്കിന്റെ പരീക്ഷയാണ്. അതിൽ 8 മാർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ മാർക്കല്ല, നമുക്ക് ഒരൊറ്റ ചോദ്യത്തിനാണ് ഈ മാർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരിക്കും, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. അതിന് മുൻപൊരു കാര്യം, ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തൊട്ടതായി കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ വൺസ് അഗൈൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.